വീരഭദ്രാസനം ചെയ്യാം. രണ്ട് കാല് അകത്തി വെക്കുക, രണ്ട് കൈ സൈഡിലേക്ക്, വലത് കാൽപാദം വലത്തേക്ക് തിരിക്കുക, വലത് മുട്ട് അലച്ച് മടക്കുക, വലത് കൈയുമ്പോൾ നോക്കുക, 30 സെക്കൻഡ് നിൽക്കുക. നോർമലായിട്ട് ബ്രീത്ത് ചെയ്യുക. സ്ഥിരം ചെയ്യുന്നവർ മാത്രം കൂടുതൽ സമയം നിൽക്കുക, അല്ലാത്തവർ പെട്ടെന്ന് തന്നെ വിശ്രമിക്കുക. എന്ത് ചെയ്യുമ്പോഴും ക്ഷീണം തോന്നിയാൽ പെട്ടെന്ന് തന്നെ വിശ്രമിക്കുക. എന്ത് ചെയ്യുമ്പോഴും ക്ഷീണം തോന്നിയാൽ പെട്ടെന്ന് തന്നെ വിശ്രമിക്കുക. നേരെ ഇനി ഇടതുവശത്തേക്ക്, ഇടത് കാല് ഇടത്തേക്ക് തിരിക്കുക, ഇടത് മുട്ട് കാല് വെച്ച് മടക്കുക, ഇടത് കൈയുമ്പോൾ നോക്കുക. എപ്പോഴും പതുക്കെ ശ്വാസം എടുക്കണം, പതുക്കെ ശ്വാസം വിടണം. രണ്ട് കൈ നിവർത്തി വെക്കണം. നേരെ വരിക, റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുമ്പോൾ രണ്ട് കാലും ചെറിയ അകലത്തിൽ വെക്കുക, രണ്ട് കൈയും തളർത്തിയിടുക. ഇനി മുൻപിലേക്കുള്ളത്, വലത് കാലം മുമ്പിലേക്ക് കയറ്റി വെക്കുക. ശരിക്ക് കയറ്റുക കേട്ടോ. സ്ഥിരമായിട്ട് ചെയ്യുന്നവർ നല്ല അകലത്തിൽ വെക്കുക. നമസ്കാര മുദ്ര. കൈ ഉയർത്തിപ്പിടിച്ച് മുട്ടുകാലം മടക്കി അമർന്ന് വളഞ്ഞ് മുകളിലേക്ക് നോക്കുക. 30 സെക്കൻഡ് നിൽക്കാൻ ശ്രമിക്കുക. സ്ഥിരം ചെയ്യുന്നവർ മാത്രം കൂടുതൽ സമയം നിൽക്കുക. മുട്ടുകാല് വേദന ഉള്ളവർ പെട്ടെന്ന് തന്നെ വിശ്രമിക്കുക. അധികം കാല് വളയ്ക്കണ്ട ആദ്യത്തെ കുറച്ച് നാളുകളിൽ. മുകളിലേക്ക് നോക്കുക കേട്ടോ. ക്ഷീണം തോന്നിയാൽ പെട്ടെന്ന് തന്നെ വിശ്രമിക്കുക. നേരെ വരിക. ഇനി ഇടത് കാല് ശരിക്ക് കയറ്റി വെക്കുക. നമസ്കാര മുദ്ര. മുകളിലേക്ക് അമർന്ന് വളഞ്ഞ് മുകളിലേക്ക് നോക്കുക. മെയിൻറ്റെയിൻ ചെയ്യുക. ബോഡി വെയിറ്റ് മുമ്പിലുള്ള കാലിൽ വരും കേട്ടോ, ശ്രദ്ധിക്കുക. സ്ഥിരം ചെയ്യുന്നതിനും മാത്രം കൂടുതൽ സമയം നിൽക്കുക. ചെറുതായിട്ട് ക്ഷീണമോ ചെറുതായിട്ട് ശരീരം വേദനയോ കൂടുതലായിട്ട് സ്ട്രെച്ചിങ്ങോ തോന്നിയാൽ അപ്പോൾ തന്നെ വിശ്രമിക്കുക. ശ്വാസം എടുക്കാൻ നേരെ വരിക. റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുമ്പോൾ രണ്ട് കൈയും തളർത്തിയിടുക. ശ്വാസം എടുക്കുന്ന വിടുന്ന മാത്രം ശ്രദ്ധിക്കുക. പരിവൃത്ത ത്രികോണാസനം ചെയ്യുക. രണ്ട് കാല് അകത്തി വെച്ചോ. രണ്ട് കൈ നിവർത്തി വെക്കുക. വലത് കൈ കൊണ്ട് ഇടത് കാലുമത്തോടെ മെയിൻറ്റെയിൻ ചെയ്യുക. വലത് കൈ കൊണ്ട് ഇടത് കാലുമത്തോടെ മെയിൻറ്റെയിൻ ചെയ്യുക. 5 തവണ ശ്വാസം എടുത്ത് വിടുക. ശ്രദ്ധിക്കുക, നടുവേദന ഉള്ളവർ മുൻപിലേക്ക് കുറേ നാളത്തേക്ക് വളയരുത്. തേയ്മാനമുള്ളവരും ബലം പിടിച്ച് ചെയ്യരുത്. നേരെ വരിക. ഇനി ഇടത് കൈ കൊണ്ട് വലത് കാലുമത്തോടെ മെയിൻറ്റെയിൻ ചെയ്യുക. നേരെ വരിക. വിശ്രമിച്ചോളൂ. വിശ്രമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ബ്രേക്ക് എടുക്കുക. രണ്ട് കാലും ചെറിയ കത്തിൽ വയ്ക്കുക. രണ്ട് കൈയും തളർത്തിയിടുക. ശ്വാസം എടുക്കുന്നതും വിടുന്നതും മാത്രം ശ്രദ്ധിക്കുക. ക്ഷീണം തോന്നിയാൽ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുക. ക്ഷീണം മാറിയിട്ട് അടുത്തേ ചെയ്യാം. ഗോഡസ് പോസ് ചെയ്യാം. രണ്ട് കാലം അകത്തി വെച്ചോളൂ. രണ്ട് കൈ നിവർത്തിയിട്ട് പിടിക്കണം. വിടർത്തി വെക്കുക. മുട്ടുകാലത്തിൽ മടക്കുക. നെഞ്ച് വിരിയണം. സ്ഥിരം ചെയ്യുന്നവർ മാത്രം കൂടുതൽ സമയം നിൽക്കുക. ചെറിയ ക്ഷീണം ചെറിയ വേദന തോന്നി അപ്പോൾ തന്നെ വിശ്രമിക്കുക കേട്ടോ. നേരെ വരിക. വിശ്രമിച്ചോളൂ.
ഇനി ഏകപാദ അങ്കുഷ്ടാസനം, അതിന് മുമ്പായിട്ട് ലൂസനിങ് ചെയ്യാം. വലത് കൈ കൊണ്ട് വലത് കാലുമ്മത്തോടുക, നേരെ. ഇടത് കൈ കൊണ്ട് ഇടത് കാലുമ്മത്തോടുക, നേരെ. മാറി മാറി. തുടക്കക്കാർ ആദ്യത്തെ കുറേ നാളുകൾ പതുക്കെ തന്നെ ചെയ്യാം കേട്ടോ. സ്ഥിരമായിട്ട് ചെയ്തിട്ട് ക്ഷീണം മാറി ശരീരത്തിന് വലിയ വേദനകളൊന്നും ഇല്ലാതെ വരുന്ന അവസ്ഥയിൽ മാത്രം പതുക്കെ കൂട്ടി കൂട്ടി ചെയ്യാം. പതുക്കെ ആക്കാം. ബലം പിടിച്ച് നിൽക്കണ്ട കേട്ടോ. വലത് കൈ കൊണ്ട് വലത് കാലം പിടിച്ചിട്ട് നേരെ നിൽക്കാൻ ശ്രമിക്കുക. പറ്റുന്ന പോലെ നിന്നാൽ മതി. ചാരി നിൽക്കാം. കൂടുതൽ നിൽക്കണമെന്നില്ല, കാലധികം പൊക്കണമെന്നില്ല. തുടക്കത്തിൽ കുറച്ച് നേരം നിന്നാൽ മതി. കൈ ഉയർത്തി നിൽക്കാൻ പറ്റുന്നവർ ഉയർത്തി നിൽക്കുക. നേരെ വരിക. അടുത്ത സൈഡ് ഇടത് കൈ കൊണ്ട് ഇടത് കാലം പിടിക്കാൻ ശ്രമിക്കുക. വലത് കൈ ഉയർത്തി നിൽക്കുക. ഇതൊക്കെ ബുക്കിലും കൂടി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. വേരിയേഷൻ ഉണ്ട്. കൈ പൊക്കാണ്ട് നിൽക്കാം, കൈ പൊക്കി നിൽക്കാം. നേരെ വരിക. ഇനി ഇതിൻ്റെ സൈഡിലേക്കുള്ള വേരിയേഷൻ. വലത് കൈ കൊണ്ട് വലത് കാലം പിടിച്ചിട്ട് സൈഡിലേക്ക്. അപ്പോൾ ഇടത് കൈ നിവർത്തി വെക്കുക. ഇടത് കൈപ്പത്തിയുമ്പോൾ നോക്കാം. ഇടത് കൈപ്പത്തിയും അല്ലെ പുറം കൈമ്പോൾ നോക്കാം. അത് ചാരി നിന്ന് ചെയ്യാം. തുടക്കക്കാർ ചാരി നിന്ന് ചെയ്യാം. അധികം നേരം കാല് പൊക്കി നിൽക്കണ്ട. നേരെ അടുത്ത സൈഡ്. കൈ പിടിക്കാൻ പറ്റാത്തവർ കുറച്ച് കാല് പൊക്കി നിൽക്കുക. എത്ര നിന്നാൽ മതി. പറ്റുന്നവർ കൂടുതൽ നേരം കുറേശ്ശെ കുറേശ്ശെ കൂട്ടി കൂട്ടി വരിക. നേരെ വരിക. വിശ്രമിച്ചോളൂ. നടരായാസനം. വലത് കാല് മടക്കുക. വലത് കൈ കൊണ്ട് പിടിക്കുന്നു. ഇടത് കൈ മുമ്പിലേക്കായ അതിനനുസരിച്ചിട്ട് കാല് കുറച്ച് പൊക്കാൻ നോക്കുക. മെയിൻറ്റെയിൻ ചെയ്യുക. ഏതൊരവസ്ഥയിലാണോ മര്യാദക്ക് നിൽക്കാൻ പറ്റുന്ന ആ അവസ്ഥയിൽ നിൽക്കുക. കൂടുതൽ ബെൻഡ് ചെയ്യാൻ നോക്കണ്ട. ആ അവസ്ഥ നിന്ന് പെർഫെക്റ്റ് ആയിട്ട് മാത്രം കൂട്ടി കൂട്ടി വരാൻ നോക്കുക. ഒട്ടും ചെയ്യാൻ പറ്റാത്തൊരു നേരെ കാല് പിടിച്ച് നിൽക്കുക കുറേ നാൾ. അതിനുശേഷം കുറച്ച് വളയുക. ബലം പിടിച്ച് ആദ്യത്തെ കുറച്ച് ക്ലാസ്സുകൾ ഉപയോഗിക്കണ്ട. ഒട്ടും ബലം ഉപയോഗിക്കണ്ട. നേരെ വരിക. തുടക്കക്കാർ നേരെ തന്നെ നിന്നാൽ മതി കുറേ ദിവസം. എന്നിട്ട് മാത്രം വളച്ച് വരിക. അടുത്ത സൈഡ് ചെയ്തോളൂ. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കണ്ട. തുടക്കക്കാർ കുറേ നാൾ നേരെ തന്നെ നിൽക്കുക. കാലം എവിടെ പിടുത്തം കിട്ടുന്നു അവിടെ നിന്നാൽ മതി. ഇനി പിടുത്തം കിട്ടണില്ല എന്നുണ്ടെങ്കിൽ കാല് മടക്കി വെച്ച് നിന്നാൽ മതി. അപ്പോൾ യുക്തി ഉപയോഗിക്കുക. വല്ലാതെ വളയുന്നതും ബലം പിടിക്കുന്നതൊന്നും ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾ കുറച്ച് മാത്രം നിൽക്കുക. പറ്റുന്ന രീതിയിൽ മാത്രം നിൽക്കുക. അതാണ് നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യുക. ആ ഒരു പൊസിഷനിൽ കംഫർട്ടായിട്ട് കുറേ നേരം നിൽക്കാൻ നോക്കുക. നേരെ വരിക. വിശ്രമിച്ചോളൂ. വൃക്ഷാസനം. വലത് കാല് നമസ്കാരം മുദ്ര. നേരെ മുൻപിലേക്ക് നോക്കുക. ഒരു പോയിൻ്റുമ്പോൾ തന്നെ നോക്കുക. അവിടെ മാത്രം ശ്രദ്ധിക്കുക. ചാരി നിൽക്കേണ്ടവർക്ക് ചാരി നിൽക്കുക കേട്ടോ.
കാല് തുടക്കത്തിൽ പൊങ്ങണില്ല എന്നുണ്ടെങ്കിൽ കാൽ താഴ്ത്തി തന്നെ വെച്ചാൽ മതി. സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ചെയ്യാം. നേരെ മുൻപിലേക്ക് നോക്കണം, ഒരു പോയിന്റുമ്പോൾ തന്നെ നോക്കണം കേട്ടോ. തുടക്കക്കാർ ബലം പിടിക്കാനല്ല നോക്കണം, നിങ്ങൾക്ക് എളുപ്പത്തിൽ എവിടെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാം. പക്ഷേ കൂടുതൽ സമയം നിൽക്കാൻ നോക്കാം. എവിടെയാണോ നിൽക്കുമ്പോൾ കൂടുതൽ സമയം നിൽക്കാൻ അങ്ങനെ ചെയ്യാം. നേരെ വരാം, അടുത്ത സൈഡ്. നേരെ വരിക, വിശ്രമിച്ചോളൂ. നമുക്ക് സൂര്യനമസ്കാരം ചെയ്യാം. ശ്രദ്ധിക്കുക, തുടക്കക്കാർ ചെയ്യണ്ട, നിങ്ങൾ ഇരുന്ന് കണ്ടാൽ മതി. കിടന്നിട്ടുള്ളതും കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കേണ്ടവർ ഒഴിവാക്കുക. സ്ഥിരം ചെയ്യുന്നവർ മാത്രം ചെയ്യുക. നമസ്കാരം മുതൽ 2 കാലം ചേർത്ത് വെച്ചോളൂ കേട്ടോ. ശ്വാസം എടുത്ത് മുകളിലേക്ക്, ശ്വാസം വിടും മുമ്പിലേക്ക് വളയുന്നു, തല കുനിക്കുക. ശ്വാസം എടുക്കുമ്പോൾ വലത്ത് കാല് പുറകിലേക്ക് അമർന്ന് മുകളിലേക്ക് നോക്കുക. ശ്വാസം വിട്ട് അടുത്ത കാലും പുറകിലേക്ക് വടി ചാരി വെച്ച പോലെ. മുട്ടുകാല് കുത്തുക, നെഞ്ച് കുത്തുക, നെറ്റ് കുത്തുക. ശ്വാസം എടുത്ത് മുകളിലേക്ക്, ശ്വാസം വിടുന്നു പർവ്വതാസന. ശ്വാസം എടുത്ത് വലത്ത് കാല് കയറ്റി വെക്കുക, വലത്ത് കാല് 2 കൈയുടെ നടുക്ക് അമർന്ന് മുകളിലേക്ക് നോക്കുക. ശ്വാസം വിടുമ്പോൾ അടുത്ത കാലും കയറ്റി വെക്കുക. 2 കൈയും കാലിൻ്റെ അടുത്തോടെ അടുപ്പിക്കുക കേട്ടോ. ശ്വാസം എടുക്കുന്നു മുകളിലേക്ക്, ശ്വാസം വിടുക, നമസ്കാരം. ഇപ്പോൾ ചെയ്തപ്പോൾ സംശയമുള്ളവരും ചെയ്യണ്ട കേട്ടോ, കണ്ടിരുന്നാൽ മതി. ശ്വാസം എടുക്കുക മുകളിലേക്ക്, വിടുന്നു താഴേക്ക്. എടുക്കുമ്പോൾ ഇടത്ത് കാല് പുറകിലേക്ക് അമർന്ന് മുകളിലേക്ക്. ശ്വാസം വിടുമ്പോൾ അടുത്ത കാല് പുറകിലേക്ക് വടിചാരി വെച്ച പോലെ. മുട്ടുകാല് കുത്തുക, നെഞ്ച്, നെറ്റി. ശ്വാസം എടുക്കുന്നു മുകളിലേക്ക്, ശ്വാസം വിടുക പർവ്വതം. ശ്വാസം എടുക്കുമ്പോൾ ഇടത്ത് കാല് കയറ്റി വെക്കുക, നമസ്കാരം. അമർന്ന് മുകളിലേക്ക്. ശ്വാസം വിടുന്നു അടുത്ത കാലം കയറ്റി വെക്കുക. ശ്വാസം എടുക്കുന്നു മുകളിലേക്ക്, ശ്വാസം വിടാൻ നമസ്കാരം. സ്ഥിരം ചെയ്യാറുണ്ടായാലും മാത്രം ചെയ്യാത്ത, അല്ല എത്ര ചെയ്യണ്ട, തനിയെ ചെയ്യാം. സ്ഥിരം ചെയ്യാറുള്ള വെച്ച് മാത്രം ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ അറിയില്ലല്ലോ, തനിയെ സൂര്യനമസ്കാരം ചെയ്യാറില്ലല്ലോ. പതുക്കെ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ കിടന്നിട്ടുള്ള ചെയ്തോ, കിടന്നിട്ടുള്ള വ്യായാമം ചെയ്തോ. നേരെ കിടക്കുക, 2 കാലും മുട്ടലച്ച് മടക്കുന്നു, 2 കൈ സൈഡിലേക്ക് മാറി ചെയ്തോളൂ. സൂര്യനമസ്കാരം ചെയ്യാത്തവർ നേരെ കിടന്നിട്ട് മുട്ടുകാലും മടക്കിയിട്ടുള്ള ചെയ്യാം കേട്ടോ. സൂര്യനമസ്കാരം ചെയ്യുന്നവർ
6 സെറ്റെങ്കിലും ചെയ്യാൻ നോക്കുക.